അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈംഗിക ബന്ധത്തിൽ വെറൈറ്റി ആഗ്രഹിച്ച് ആസ്വദിക്കാൻ ഒരുങ്ങിയപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. തൻ്റെ ജീവിതത്തിൽ ആർക്കും സംഭവിക്കാൻ പറ്റാത്ത വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. കാരണം തൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഒരു 2-3 വീട് വാടക വീടുള്ളത്. ആ വീടുകളിലേക്ക് പലരും വരുന്നു, അവിടെ താമസിക്കുന്നു, അവരെ കാലാവധി കഴിയുമ്പോൾ പോകുന്നു, പിന്നെ വേറെയും വരുന്നു. ഇങ്ങനെ സാധാരണ സ്വാഭാവികമാണ്. ഈ കോളേജിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥി അവരുമായി എപ്പോഴും ആ വീടുകളുമായി ബന്ധപ്പെടൽ ഒരു സാഹചര്യമാണ്. ആ കൂട്ടത്തിൽ ഒരു വാടകയ്ക്ക് വന്നത് ഒരു ഉമ്മയും മകളുമാണ്. ഇവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവരോട് ഒരു സൗഹൃദം കാണിക്കാൻ തോന്നി. അങ്ങനെ അവരോടൊരു വലിയ സൗഹൃദം കാണിച്ചു. ആ സൗഹൃദം പിന്നെ പ്രണയത്തിലേക്കായി. പിന്നെ അവർ വന്ന് താമസിക്കാനുണ്ടായ കാരണം ഭർത്താവിനോട് പിണങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഭർത്താവ് ഏത് സമയം വിളിക്കുമ്പോൾ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചാണ് വന്നത്. അപ്പോൾ ഭർത്താവിനോട് പിണങ്ങി വരിക എന്ന് കണ്ടപ്പോൾ ഏതൊരു പുരുഷനും അവളെ വലക്കാനുള്ള എന്തെങ്കിലും സാഹചര്യമാണ് നോക്കലല്ലേ. അതേപോലെയാണ് അവൻ്റെ മനസ്സിന് തോന്നിയത്. ഈ കോളേജിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥിക്ക് അവളെ വളക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. അത് സംഭവിച്ചു. അവൾക്കും അവനോട് ഇഷ്ടമായി. അങ്ങനെ ഉമ്മയറിയാതെ ഇവർക്കുള്ള ബന്ധം ഇങ്ങനെ തുടർന്നു. അനാവശ്യമായ എല്ലാ ബന്ധങ്ങളും തുടർന്നു. അങ്ങനെ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ഇവൾ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഭർത്താവുമായി അകന്നു നിൽക്കുകയാണ്. ഞാൻ ഭർത്താവുമായി തലാഖൊന്നും ഡൈവേഴ്സൊന്നും സംഭവിച്ചിട്ടില്ല. ഏത് സമയത്തും തിരിഞ്ഞു പോകാം. ഇത് ശരിയല്ല, എൻ്റെ മക്കൾ വലുതായി കൊണ്ടുവരികയാണ്, ഇത് നിർത്തണമെന്നാഗ്രഹിച്ച് ഒരു ദിവസം ഇവനോട് പറഞ്ഞു, നമുക്ക് ഈ ബന്ധം നിർത്താം. കാരണം എൻ്റെ മക്കൾ വളർന്നു വരുന്നുണ്ട്, ഞാൻ ഭർത്താവുമായിട്ട് ഡൈവേഴ്സൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് തിരിച്ചു പോകാനുണ്ട്, അതുകൊണ്ട് ഈ ബന്ധം നിർത്തണം. ആ സമയത്ത് ഈ ചെറുപ്പക്കാരന് പറഞ്ഞത്, അങ്ങനെ പെട്ടെന്ന് നിർത്താനൊന്നും പറ്റൂലെന്ന്. എന്തേ ചോദിച്ചു. അതൊന്നും പറ്റൂല, ഞാനിതെല്ലാം വീട് ചെയ്ത് ശേഖരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഈ ബന്ധം നീ നിർത്തിയാൽ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും, ഞാൻ ഭർത്താവിന് കാണിക്കും, പല നിലയ്ക്ക് ബ്ലാക്ക് മെയിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവസാനം ഇവൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉമ്മക്കറിയില്ല, ആർക്കും അറിയില്ല. ഇവനെ വഴങ്ങുക അല്ലാതെ മറ്റൊരു വഴി അവളുടെ ഭാഗത്തില്ലായിരുന്നു. അങ്ങനെ അവനുമായിട്ട് ഇങ്ങനെ മനസ്സില്ലാത്ത മനസ്സോടു കൂടി ജീവിതം മുന്നോട്ട് പോകുന്നു. അവന് ശാരീരികമായി എല്ലാ ദിവസവും ബന്ധപ്പെടലും ഈ ക്രിയകളിങ്ങനെ നടക്കുന്നു. പിന്നെ ഗത്യന്തരമില്ലാതെ ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉമ്മക്ക് വല്ലാത്ത ദേഷ്യം വന്നു അവനോട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മ പറഞ്ഞത്, ഇനി ഇത്രയും ശല്യമാണെങ്കിൽ ഇവനെ കൊന്നുകളയല്ലാതെ മറ്റൊരു നിർവാഹമില്ല. ബാക്കി ഏത് കാര്യം ചെയ്താൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്താൽ കണ്ടാൽ ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടിയാൽ മക്കളെയും ഭർത്താവിനെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവനെ കൊന്നുകളയാം എന്ന മറ്റൊരു മാർഗമില്ല എന്ന ഒരു അവസ്ഥയിലേക്കെത്തി. അതിനിവർ ചെയ്തതെന്തറിയോ? ഉമ്മ എല്ലാ ദിവസവും പണിക്ക് പോകും. പണിക്ക് പോകുന്നത് പോലെ നടിച്ചു ഉമ്മ അവിടെ വിളിച്ചെറിഞ്ഞു. ഇവനെ വിളിപ്പിച്ചു. ഇവൻ വന്ന സമയത്ത് ഇവനോട് പറഞ്ഞു, നാം എല്ലാ രീതിയിൽ ബന്ധപ്പെടുന്നത് പോലെയല്ല, ഒരു വെറൈറ്റി ഈ ഒരു സുഖത്തിന് നമുക്ക് വേണം. അതെങ്ങനെയാണെന്ന് ചോദിച്ച് അവൾ ഒരു വീഡിയോ കാണിച്ച് പറഞ്ഞു, ഭർത്താവിനെ കട്ടിൽ കെട്ടി ഭാര്യ ഇങ്ങനെ സുഖിക്കുന്ന, ആ പെണ്ണ് സുഖിക്കുന്ന ഒരു രീതി. അങ്ങനെ അവന് വലിയ ഇഷ്ടമായി. കാരണം അവളുടെ ആഗ്രഹമല്ല, തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ കിടന്നു കൊടുത്ത് ഇവൾ നന്നായി ഇവനെ കട്ടിൽ കെട്ടി നന്നായി കിടത്തി. ഇവർ രണ്ടാളും വ്യവസ്ഥരാവുകയാണ്. പിന്നെ ഇവൻ പറഞ്ഞത്, നോക്കൂ, ഞാൻ നിനക്ക് എൻ്റെ ശരീരവും എല്ലാം നൽകുന്നുണ്ട്, എന്നിട്ട് പോലും ഇത്ര സ്നേഹം കാണിച്ചതിന് പകരം നീ എൻ്റെ വീഡിയോ ചെയ്ത് ഒരു പക്ഷേ ആ വീഡിയോ ആരെങ്കിലും കണ്ടാൽ നിനക്ക് മോശം, എനിക്ക് മോശം, അതൊന്ന് ഡിലീറ്റ് ചെയ്താൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു. നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ മൊബൈൽ തരണം, ഞാനെല്ലാം ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മൊബൈൽ കൊടുത്ത് അവളെല്ലാം ഡിലീറ്റ് ചെയ്തു. ചെയ്തതിൻ്റെ ശേഷം അവൾ പറഞ്ഞു, ഞാൻ ആരെന്നറിയോ? നിനക്ക് വേണ്ടി, നിന്നോട് സൗഹൃദം കാണിച്ചതിന് വേണ്ടി നീ എന്നെ ദുരുപയോഗപ്പെടുത്തിയാലേ, എൻ്റെ മൊബൈൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത തന്ത്രമാണിത് പറഞ്ഞ് ഇവൾ ചിരിച്ചു. അപ്പോൾ ഇവന് പൊട്ടിച്ചിരിച്ചു. ഓ, അതോ നീ ചെയ്തത്? ഞാനെൻ്റെ മൊബൈൽ മാത്രമല്ല എൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ ഇതിൻ്റെ ഡാറ്റകൾ കയറ്റിയിട്ടുണ്ട്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിച്ച് അവനെ കട്ടിൽ കിടന്നിരിക്കുക. ഇവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. നോക്കുമ്പോൾ ഇവൻ നല്ല ശക്തനായ ചെറുപ്പക്കാരായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ തലയിനടുത്ത് അവൻ്റെ ശ്വാസം മുട്ടിപ്പിച്ച് അവിടെ നിന്ന് കൊന്നുകളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ ചെയ്തത്, ഇവനെ കക്കൂസ് ടാങ്കിൽ കൊണ്ടുപോയിട്ടാണ് ഇവൻ്റെ കൊണ്ടുപോയി അവിടെ ഇടുന്നത്. ശവത്തിനവിടെ ഇട്ടു എന്ന് മാത്രമല്ല, ഇവർ അവിടെ നിന്ന് സ്ഥലം വിട്ടു. കാരണം ഇനിയിപ്പോൾ ഈ കക്കൂസ് ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ വർഷങ്ങളെടുക്കും. കാരണം ഇപ്പോൾ ഈ അടുത്താണ് ചെയ്തത്. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ക്ലീൻ ചെയ്യൂല. ആ സമയത്തൊക്കെ ഇത് നുറുമ്പി പോകുമല്ലോ ശരീരം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് വീട് കാലിയാക്കാൻ തുടങ്ങി. ഇങ്ങനെ വീട് കാലിക്ക് പോയി. അങ്ങനെ അവിടെ വാടകയ്ക്ക് വരുന്നവർ പല പ്രശ്നങ്ങൾ പറഞ്ഞു. ഇവിടെ വല്ലാത്തൊരു സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവസാനം ആ വാടക വീടിൻ്റെ ഉടമസ്ഥനോട് ആവർത്തിച്ച് പറയുമ്പോൾ ടാങ്കി ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഈ ശവം അവിടെ നിന്ന് കിട്ടുന്നത്. എല്ലുകളെല്ലാം നുറുമ്പിപ്പോയിട്ടുള്ളത് മനുഷ്യ ശരീരമാണെന്ന് കണ്ടെത്തുകയും പിന്നെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സിലായത് 6 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരാൾ കാണാതെ ആയിരുന്നു എന്നുള്ള പരാതിയുമായി വന്നിരുന്നു. നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ തന്നെയാണ് കൃത്യമായി മനസ്സിലായി. പിന്നെ ഇവരെ പിടിക്കപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം ഇവർ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവരെ സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്, ഇതുകൊണ്ട് 2 കുടുംബം തകർന്നു പോയി. കാരണം ആ മാതാപിതാക്കൾക്ക് തൻ്റെ മകനെ നഷ്ടപ്പെട്ടു, മകൻ്റെ നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടു, മക്കൾ വഴിയാധാരമായി. അതുപോലെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ട് ജയിലറയിൽ കഴിയേണ്ടി വന്നു. നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ ഭാര്യ ഇണകളോടല്ലാത്ത മറ്റുള്ള ബന്ധങ്ങളും സുഖങ്ങളും ചില ദിവസങ്ങൾ ചില വർഷങ്ങൾ നമുക്കത് സന്തോഷം തോന്നിച്ചാൽ അവസാനം അത് അവസാനിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രൈമിലല്ലാതെ മറ്റൊന്നുമല്ല. നമ്മുടെ അനാവശ്യമായ ബന്ധങ്ങൾ, അനാവശ്യമായ ഹറാമത്തിലൂടെ ബന്ധങ്ങൾ, തീർച്ചയായും ഇതിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് അവസാനം ചെന്നെത്തുന്നത് ഇത്തരത്തിലുള്ള ക്രൈമുകളാണ്. അതുകൊണ്ട് നാം അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളും, നമുക്ക് അവകാശപ്പെട്ട അവരിൽ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതല്ലാത്ത മറ്റുള്ള സന്തോഷങ്ങൾ നാം തേടിയെത്തുകയാണെങ്കിൽ ഇതുപോലത്തെ 1 2 അല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അനാവശ്യമായ ബന്ധങ്ങൾ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും അവരെ പിടിച്ച് ശിക്ഷിക്കുമെന്നതിന് ഒരുപാട് സംഭവമാണ്. ഈ സ്ഥലമോ പേരോ എല്ലാം പേപ്പർ മാധ്യമങ്ങൾ വന്നതാണ്. ഒന്നും കൂടി പറഞ്ഞ് ആവർത്തന വിരസത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഈ ഒരു സംഭവം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കൊണ്ട് നമുക്കെന്താണ് പാഠം കിട്ടുന്നത്? ഇതുകൊണ്ട് വലിയ പാഠങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അനാവശ്യമായ ബന്ധങ്ങൾ ഒരിക്കലും അത് അവസാനിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ അപകടത്തിലാണ്. ഇവിടെ എന്തെല്ലാം നഷ്ടങ്ങളാണ്. ഉമ്മയെ നഷ്ടപ്പെട്ടു മക്കൾക്ക്, വാപ്പയെ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് പൊന്നുപോലത്തെ ചെറുപ്പക്കാരൻ അവരെ നെഞ്ചിലേറ്റ് സ്നേഹിച്ചാദരിച്ച് തൻ്റെ ജീവനായ പൊന്നുമകൻ കക്കൂസ് ടാങ്കിൽ മൃതമായി കിടക്കേണ്ട അവസ്ഥയിലേക്കെത്തി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.